Good morning. Morning, ma'am. Okay, good morning. Good morning, ma'am. Okay. എല്ലാവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? കുറച്ച് ദിവസമായിരുന്നു അതല്ലേ കണ്ടിട്ട്. ഒരു ക്ലാസ് നമ്മുടെ മിസ്സായി പോയി കഴിഞ്ഞ ആഴ്ച. അപ്പൊ നമ്മള് എവിടെ വരെ പറഞ്ഞു നിർത്തി? എവിടെ വരെ പറഞ്ഞു നിർത്തി? എവിടെ വരെയാണ് നമ്മള് ക്ലാസ് എടുത്ത് നിർത്തിയത്? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. JCL അക്രഡിറ്റേഷൻ എടുക്കണം. ഏതാണ്? JCL അക്രഡിറ്റേഷൻ എടുക്കണം. JCL അക്രഡിറ്റേഷൻ എടുക്കണം. അപ്പൊ അവിടെ വരെ നമ്മള് പറഞ്ഞു നിർത്തി. ഞാൻ വെറുതെ ചോദിക്കണത് എന്നിട്ട് നിങ്ങളോട് എവിടെ വരെ നിങ്ങൾ വായിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വായിക്കണോട്ടോ. ഓക്കെ, നമ്മളിപ്പോ എടുക്കുന്ന ചാപ്റ്റർ ഏതാ? ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. ഓക്കെ, ക്വാളിറ്റി അഷ്വറൻസ് എടുത്തു തരണോ? തുടങ്ങിയായിരുന്നോ? ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ഇൻവെസ്റ്റ് തുടങ്ങിയോ ചാപ്റ്റർ? തുടങ്ങി. ഓക്കെ. അപ്പൊ അതിന്റെ കൂടെ തന്നെ അതേപോലെ തന്നെ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് രണ്ടും കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, എവിടെ വരെയായി? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എടുത്തോ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ വരെ എത്തിയോ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ വരെ എത്തിയായിരുന്നോ ക്വാളിറ്റി അഷ്വറൻസിനകത്ത്? എന്ന് പറയാമോ? റെസ്പോണ്ട് ചെയ്യണോട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എത്തിയോ ക്വാളിറ്റി അഷ്വറൻസിനകത്ത്? അക്രഡിറ്റേഷൻ തുടങ്ങിയിട്ടുള്ളൂ അല്ലെ? ഓക്കെ ഓക്കെ. എന്താന്ന് വെച്ചാൽ അതിലൊരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. സെയിം ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മൾ പറഞ്ഞു പോകുന്നു. ഇവിടെ അതിന്റെ ഫോർമുലാസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ്. ഓക്കെ അഞ്ജലി. അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം JCIനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു അല്ലെ? JCIയുടെ ഫുൾ ഫോം എന്താണ്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അല്ലെ? ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള അക്രഡിറ്റേഷൻ ബോഡിയാണ് എന്തെന്ന് പറയുന്നത്? JCI അല്ലെ? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. പഠിച്ചു വെക്കണം കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞിരുന്നു 1990കളുടെ അവസാനത്തോട് കൂടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് JCI എന്ന് പറയുന്നത്. നിലവിൽ ഇപ്പൊ എന്താണ്? സൗത്ത് അമേരിക്ക, അതുപോലെ തന്നെ ഏഷ്യ, യൂറോപ്പ് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോഡിയാണ് അല്ലെ JCI. പിന്നെ നമ്മൾ എന്തൊക്കെയാ JCIനെ പറ്റി പറഞ്ഞ കാര്യങ്ങള് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? അതെ, അതായത് നമ്മുടെ ലോകത്തെമ്പാടും JCI അക്രഡിറ്റേഷൻ ഉള്ള എത്ര ഹോസ്പിറ്റലുകൾ ഉണ്ടെന്നാ പറഞ്ഞത്? വേൾഡ് വൈഡ് 820 ഹോസ്പിറ്റൽ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. 820 ഹോസ്പിറ്റലുകളാണ്. ഇന്ത്യയിൽ JCI അക്രഡിറ്റേഷൻ ഉള്ള എത്ര ഹോസ്പിറ്റൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ 21 ആണ് അല്ലെ? 21 ഹോസ്പിറ്റൽസ്. കറക്റ്റ് ആണ് കേട്ടോ ആര്യ? ഓക്കെ, 21 ഹോസ്പിറ്റലുകളുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന JCIയുടെ പ്രധാനപ്പെട്ട ഗോൾ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അതായത് ലോകമെമ്പാടും അക്രഡിറ്റേഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ത് വേണം? ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റികളുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക അല്ലെ? ഹെൽത്ത് കെയർ ഫെസിലിറ്റികളുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ആരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം? JCIയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ നമ്മൾ പറഞ്ഞു JCI എന്ന് പറയുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ദ അക്രഡിറ്റേഷൻ ആണ് അല്ലെ? അക്രഡിറ്റേഷൻ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. JCI സ്റ്റാൻഡേർഡിനെ കണക്കാക്കുന്നത്. അത്രയും എന്താണ്? അത്രയും അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡുകളാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ആര് സെറ്റ് ചെയ്യുന്നത്? JCI സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് മാത്രം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം.
ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു തിരുത്തുണ്ട് കേട്ടോ. അവിടെ രണ്ട് തിരുത്തുകളുണ്ട്. JCL എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് തെറ്റ് വെട്ടിയിട്ട് JCI എന്നാക്കാം കേട്ടോ. എല്ല് കറക്റ്റ് ആക്കിയിട്ട് I എന്നാക്കാം കേട്ടോ. ഇതുപോലെ നോക്കി JCT എന്നാണ് താഴെ എഴുതിയിരിക്കുന്നത്. അത് ഒന്ന് തിരുത്താം കേട്ടോ. JCI എന്നാക്കുക കേട്ടോ. പറഞ്ഞ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. JCL അല്ല JCI എന്നാക്കുക കേട്ടോ. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. JCT എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. അതും തിരുത്തുക കേട്ടോ. JCI എന്നാക്കി വാങ്ങിച്ചു. ഓക്കെ, ഇപ്പൊ നമുക്ക് തുടങ്ങാം. JCI accreditation കേട്ടോ. നോക്കാം. JCI accredits 8 types of health care programs. ഫസ്റ്റത്തെ പോയിന്റ് എന്താണ് കേട്ടോ? എന്താണ് അതിന്? accreditation. ഓക്കെ, JCI accreditation പറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പൊ JCI accredits 8 accreditation എന്ന് പറയുന്നത് എന്താണ്? അംഗീകാരമാണ്. അത് പഠിച്ചല്ലോ. accreditation എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പബ്ലിക് റെക്കഗ്നീഷൻ ആണ് അല്ലെ? ഓക്കെ, JCI accredits 8 types of health care programs. 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാംസുകൾക്ക് 8 ടൈപ്പ് കേട്ടോ. 8 തരത്തിലുള്ള ആരോഗ്യ പരിചരണ സംവിധാനങ്ങൾക്ക്, അത്തരം സൗകര്യങ്ങൾക്ക് JCI എന്ത് കൊടുക്കുന്നുണ്ട്? accreditation കൊടുക്കുന്നുണ്ട്. പറഞ്ഞ മനസ്സിലായോ? എത്ര തരത്തിലുള്ളതാണ്? 8 തരത്തിലുള്ളത്. ആ 8 എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു JCI 8 തരത്തിൽപ്പെട്ട 8 തരത്തിലുള്ള ആരോഗ്യ പരിചരണ ഫെസിലിറ്റികൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 8 ടൈപ്സ് എന്നുള്ളതാണ് അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? ഹോസ്പിറ്റൽസ്. നമുക്കറിയാലോ, ഹോസ്പിറ്റലുകൾക്ക് തന്നെ എന്ത് കൊടുക്കുന്നുണ്ട്? JCI accreditation കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ എന്താണ്? അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്. അതാണ് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ് കേട്ടോ. നമ്മൾ AMC എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. AMC അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ. നമ്മുടെ മെഡിക്കൽ കോളേജ് പോലെ തന്നെ, എന്ന് വെച്ചാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ കെയറും എഡ്യൂക്കേഷനും റിസർച്ചും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി. അതാണ് എന്ത്? AMC എന്ന് പറയുന്നത് കേട്ടോ. അവിടെ എന്താണ്? മെഡിക്കൽ ട്രീറ്റ്മെന്റ് മാത്രമല്ല, എഡ്യൂക്കേഷനും റിസർച്ചും ഒക്കെ നടത്തുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജ് പോലെ തന്നെയാണ് കേട്ടോ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? JCI accreditation കൊടുക്കുന്നുണ്ട്. അടുത്തത് കേട്ടോ, മൂന്നാമത്തത് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്. എന്താണ് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്? എന്താണ് ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ? നമ്മളിത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. എവിടെയാണെന്ന് അറിയാമോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേട്ടോ. കറക്റ്റ് ആണ് അല്ലേ? അതായത് ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തില് രോഗികൾക്ക് പരിചരണങ്ങൾ കൊടുക്കുന്ന സംവിധാനങ്ങള്. നമ്മൾ കറക്റ്റ് ആണ് കേട്ടോ. ROP തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചപ്പോ അതിനകത്ത് പറയുക നമ്മൾ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഹോസ്പിറ്റലിൽ അല്ലാതെ വേറെ ഏതൊക്കെ ഫെസിലിറ്റികളിൽ ജോലി ലഭിക്കാം എന്ന് നമ്മൾ പഠിക്കില്ലേ? അതിനകത്ത് ആംബുലേറ്ററി പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ പോലെ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തില് രോഗികൾക്ക് പരിചരണം കൊടുക്കുന്ന സംവിധാനം. ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ എടുത്തു പറയാൻ കാരണം എന്താണ്? അവിടെ എന്താണ്? ഈ പറയുന്ന രാത്രി സ്റ്റേ അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. എന്നിട്ട് അവിടെ ഒരു സാഹചര്യം വരുന്നില്ല കേട്ടോ. അതായത് രാത്രി സ്റ്റേ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് നമ്മൾ രാവിലെ വരുന്നു, ഡോക്ടറെ കാണുന്നു, കൺസൾട്ട് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് എടുക്കുന്നു, തിരിച്ചു പോകുന്നു. ആ ഒരു രീതിയിൽ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തില് പരിചരണങ്ങൾ ലഭിക്കുന്ന സംവിധാനങ്ങൾ. എക്സാമ്പിൾ ഏതൊക്കെ നമുക്ക് പറയാം? ഡയാലിസിസ് ഒക്കെ പറയാം, ഡയാലിസിസ് സെന്ററുകൾ പറയാം, ക്ലിനിക്കുകൾ പറയാം. ക്ലിനിക്കിൽ അഡ്മിഷൻ നടക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? ഡോക്ടർ വന്ന് കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തു പോകുവാണ്. അതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ആംബുലേറ്ററി കെയർ ഫെസിലിറ്റികൾക്ക് ആര് അംഗീകാരം കൊടുക്കുന്നുണ്ട്? JCI അംഗീകാരം accreditation കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഏതാണ്? ക്ലിനിക്കൽ ലബോറട്ടറീസ് അല്ലെ? ലാബുകൾക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ട്. ക്ലിനിക്കൽ ലബോറട്ടറീസ്. പിന്നെ അഞ്ചാമത്തെ എന്താണ്? ഹോം കെയർ ഫെസിലിറ്റീസ്. എന്താണ് ഹോം കെയർ ഫെസിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമുക്ക് ബെഡ്രിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ? കിടപ്പ് രോഗികൾ ഉണ്ടായിരിക്കും. ഒരു തരത്തിൽ അവർക്ക് എന്താ പറയാ, ഒരു തരത്തിൽ പുറത്തോട്ട് പോകാനോ അങ്ങനെയൊന്നും സാധിക്കാത്ത ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അവർക്ക് നമ്മൾ ഹോം നഴ്സിനൊക്കെ കൊടുക്കൂലേ? വീട്ടിൽ നടന്ന് ഹോം നഴ്സുകളെ കണ്ടിട്ടില്ലേ? അപ്പൊ അവർ അങ്ങനെയുള്ളവരെ കേട്ടോ. ആ ഹോം നഴ്സുകളാവാം, അതുപോലെ തനിയായിട്ട് കെയർ ചെയ്യുന്ന ആളുകളായിരിക്കും, ഫിസിയോതെറാപ്പിസ്റ്റുകളായിരിക്കാം, ചില സോഷ്യൽ വർക്കർമാര്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ചില ഹോം ഹെൽത്ത് കെയർ ഏജൻസി. കറക്റ്റ് ആണ് കേട്ടോ. ഫിസിയോതെറാപ്പിസ്റ്റ് വീട്ടിൽ വന്നിട്ട് എന്ത് കൊടുക്കും? പരിചരണങ്ങൾ കൊടുക്കും അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഹോം ഹെൽത്ത് കെയർ ഏജൻസികളുണ്ട്.
ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സപ്ലൈ ചെയ്യുന്ന ഹോം ഹെൽത്ത് കെയർ ഫെസിലിറ്റികളുണ്ട്. അവർക്കും എന്ത് അംഗീകാരം കൊടുക്കുന്നുണ്ട്? JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഹോം കെയർ ഫെസിലിറ്റീസ് കേട്ടോ. അടുത്തതാണ് ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്. ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് എന്താണ്? ദീർഘനാള പരിചരണം ആവശ്യമുള്ള ഫെസിലിറ്റികളുണ്ട്. അപ്പൊ നമ്മള് ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ, ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതിനകത്ത് നമ്മള് ആദ്യം തന്നെ ലോങ് സ്റ്റേ ഹോസ്പിറ്റലുകൾ, ജെറിയാട്രിക് കെയർ സെന്ററുകള്, മെന്റൽ ഹോസ്പിറ്റലുകള്, അല്ലെ, റീഹാബിലിറ്റേഷൻ സെന്ററുകള്, അങ്ങനെയുള്ളതൊക്കെ എന്താണ്? ലോങ് ടേം കെയർ ഫെസിലിറ്റികളാണ് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആരംഗീകാരം കൊടുക്കുന്നുണ്ട്? JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഏതാണ്? മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ്. മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ അല്ലെ, ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികൾ കൊടുക്കുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട് അല്ലെ. ആംബുലൻസ് സേവനങ്ങള്, അല്ലെങ്കിൽ വീൽ ചെയർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഒക്കെ, കാര്യം അങ്ങനെയുള്ളതൊക്കെ അല്ലെ. അത്തരത്തിലുള്ള എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികൾ കൊടുക്കുന്ന ഓർഗനൈസേഷൻസ് ഒക്കെ. അപ്പൊ അവർക്കും എന്ത് അംഗീകാരം കൊടുക്കുന്നുണ്ട്? JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ എട്ടാമത്തെ ഏതാണ്? പ്രൈമറി കെയർ സെന്റേഴ്സ് അല്ലെ. നമ്മുടെ സാധാരണ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങള്, പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ, PHC, അതൊക്കെയാണ് കറക്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ളതെങ്കിൽ JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് എന്താണ്? JCI 8 തരത്തിൽപ്പെട്ട ആരോഗ്യ പരിചരണ സംവിധാനങ്ങൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിട്ട് താഴെ തന്നിരിക്കുന്നവയില് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിൽ ഉൾപ്പെടുന്നത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽസ്, അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ അഥവാ AMC, നമ്മുടെ മെഡിക്കൽ കോളേജ് പോലുള്ളതാണ്. ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്, ക്ലിനിക്കൽ ലാബ്സുകള്, ഹോം കെയർ ഫെസിലിറ്റീസ്, ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്, മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ് ആൻഡ് പ്രൈമറി കെയർ സെന്റേഴ്സ്. ക്ലിയർ ആയോ പറഞ്ഞത്? പഠിച്ചു വെക്കുന്നുണ്ടോ? അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് JCTE അല്ല കേട്ടോ, തിരുത്തണേ, JCI ആക്കി മാറ്റണം. JCI 5th എഡിഷൻ ആണ് നമ്മൾക്ക് ഇനി പഠിക്കാനായിട്ട്. നിലവിൽ ശരിക്കും പറഞ്ഞ JCIയുടെ 8ാമത്തെ എഡിഷൻ ആണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ലേറ്റസ്റ്റ് അല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മൾക്ക് തന്നിരിക്കുന്നത് JCIയുടെ 5th എഡിഷൻ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ പോയിന്റ് ഇതാണ്, ഇഫക്റ്റീവ് ഫ്രം 1st April 2014. ഓക്കെ, എന്നാണ് JCI 5th എഡിഷൻ ഞാൻ എടുത്തു പറയാണ് കേട്ടോ. കാര്യം നിലവിൽ ഇപ്പോ 5th നമ്മൾ നിൽക്കുന്നത്, നമ്മൾ 8ാമത്തെ എഡിഷനിലാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ പറ്റിയല്ല നമ്മൾ പഠിക്കുന്നത്, നമ്മൾ 5th എഡിഷനെ പറ്റിയാണ് പഠിക്കുന്നത് കേട്ടോ. JCI 5th എഡിഷൻ എന്നാണ് പ്രാബല്യത്തിൽ വന്നത്? April 1st, 2014 ആണ് കേട്ടോ. ആദ്യത്തെ പോയിന്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കണേ. 2014 April 1 JCIയുടെ 5ാമത്തെ എഡിഷൻ പ്രാബല്യത്തിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ഇത് കൺസിസ്റ്റ് ഓഫ് 4 സെക്ഷൻസ്. ഇതിനകത്ത് 4 സെക്ഷനുകളാണ് വരുന്നത് കേട്ടോ. എത്ര സെക്ഷനാണ്? 4 സെക്ഷനുകളാണ്. 4 സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 4 ചാപ്റ്ററോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാം കേട്ടോ. 4 സെക്ഷനുകളായിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോ സെക്ഷനിലും എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാണാപ്പാഠം പഠിക്കുന്നതല്ല ഞാൻ പറയുന്നത്. 4 സെക്ഷൻസ് ഉണ്ട്. ആ 4 സെക്ഷൻ, ഓരോ സെക്ഷനും എന്തിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ഐഡിയ നൽകുക. പിന്നെ അതിന് നമുക്ക് കുറെ ഷോർട്ട് ഫോംസുകൾ ഉണ്ട്, കുറെ അബ്രീവിയേറ്റഡ് ഫോംസ് തന്നിട്ടുണ്ട്. അതിന്റെ എക്സ്പാൻഷൻ ഫോമുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അവിടെ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം, 2014 April 1 പ്രാബല്യത്തിൽ വന്നത്. ഇതിന് 4 സെക്ഷൻസുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. സെക്ഷൻ 1, ഒന്നാമത്തെ സെക്ഷൻ ആണ് പറയുന്നത്. ഒന്നാമത്തെ സെക്ഷൻ എന്താണ്? ഇത് ഇൻക്ലൂഡ്സ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ് അഥവാ APR കേട്ടോ. APR എന്നുള്ളത് ഷോർട്ട് ഫോം ആണ് കേട്ടോ. എന്താണ് APR ന്റെ ഫുൾ ഫോം? എന്താണ്? അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്. അതായത് ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ റിക്വയർമെന്റ്സുകളാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. അക്രഡിറ്റേഷൻ കിട്ടാനാണ്, പ്രത്യേകിച്ച് JCI അക്രഡിറ്റേഷൻ ലഭിക്കാനായിട്ട് എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ്, എന്തൊക്കെ ആവശ്യകതകളുണ്ട്, എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് ആവശ്യമായിട്ടുള്ളത് എന്നതിനെ പറ്റിയാണ് ആദ്യത്തെ സെക്ഷനിലുണ്ട് പറയുന്നത്. അതാണ് സെക്ഷൻ 1 കേട്ടോ. അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ് ആണ്, APR. നമ്മൾ ഷോർട്ടാക്കി APR എന്ന് പഠിച്ചാൽ മതി. പക്ഷെ അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ് കേട്ടോ. ഒരു സ്ഥാപനത്തിന് JCI അക്രഡിറ്റേഷൻ ലഭിക്കാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, റിക്വയർമെന്റ്സ്. അതിനെ പറ്റിയാണ്
സെക്ഷൻ 1 പറയുന്നത്. ഓക്കെ, അടുത്തത് സെക്ഷൻ 2, രണ്ടാമത്തെ സെക്ഷൻ. ഓക്കെ, രണ്ടാമത്തെ സെക്ഷൻ എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. അതായത് രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളെ പറ്റി അല്ലെങ്കിൽ പരിചരണങ്ങളെ പറ്റിയാണ് രണ്ടാമത്തെ സെക്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ സെക്ഷൻ എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള. പക്ഷെ അവിടെ പേരിൽ തന്നെ നമുക്കറിയാം അല്ലെ, കൂടുതൽ എന്താണ്? രോഗീനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, പേഷ്യന്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള സ്റ്റാൻഡേർഡ്സുകളാണ് രണ്ടാമത്തെ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് വരുന്ന സ്റ്റാൻഡേർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയത് രണ്ടാമത്തെ സെക്ഷൻ എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് കെയർ ആണ് കേട്ടോ. അതിനകത്ത് വരുന്ന സ്റ്റാൻഡേർഡുകൾ ഏതൊക്കെയാന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ IPST. IPSTയുടെ ഫുൾ ഫോം അവിടെ കൊടുത്തിട്ടില്ല, അതൊന്ന് നിങ്ങളുടെ എഴുതി വെക്കണം കേട്ടോ, എഴുതി വെച്ചോളൂ. IPST എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ, ഇതിന്റെ ബ്രാക്കറ്റിൽ എഴുതി വെക്കാം കേട്ടോ, ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ് കിട്ടിയോ? IPSTയുടെ ഫുൾ ഫോം ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം എന്തായിരിക്കും? പേഷ്യന്റിന്റെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് അതിനകത്ത് പറയുന്നുണ്ടാവുക അല്ലെ. പേഷ്യന്റിന്റെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഗോൾ ആണ് കേട്ടോ, GOAL ഗോൾ, ലക്ഷ്യം എന്നൊക്കെ പറയില്ലേ അതാട്ടോ, GOAL ഗോൾ. ഓക്കെ, ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ് കേട്ടോ. ഓക്കെ, അടുത്തത് ഏതാണ്? ACC. ACC എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. എക്സ്പാൻഷൻ പഠിച്ചു വെക്കണം കേട്ടോ. ACC എന്താണ്? ആക്സസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ. അതായത് പരിചരണം എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റണം? ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. ആക്സസ് എന്ന് പറയുന്ന കമ്പോളന്റിനെ പറ്റി നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് എല്ലാ വിധത്തിലുള്ള പരിചരണങ്ങളും ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റണം, പേഷ്യന്റിന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കണം. എല്ലാവർക്കും അത് ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ആക്സസ് ചെയ്യാൻ മാത്രമല്ല, കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ, ഒരു പരിചരണത്തിന്റെ ഒരു തുടർച്ച ലഭിക്കാനുമുള്ള ഒരു അവകാശമുണ്ട്. രണ്ടും നമ്മൾ പറഞ്ഞ കമ്പോണന്റ്, ആക്സസും കണ്ടിന്യൂറ്റി ഒക്കെ നമ്മൾ കമ്പോണന്റ്സ് പറഞ്ഞിരുന്നതാണ് കേട്ടോ. അടുത്തതാണ് PFR. PFR എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ ഫോം പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. അതാണ് പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് കേട്ടോ. രോഗികൾക്കും അവർ ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങളുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് അത് കേട്ടോ. PFR എന്നാണ് പറയുക. ഓക്കെ, PFR പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. അടുത്തത് AOP. AOP എന്ന് പറഞ്ഞാൽ എന്താണ്? അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്. അതാണ് അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്. അതായത് രോഗികളുടെ വിലയിരുത്തലുമായിട്ട്, ഇപ്പൊ ട്രീറ്റ്മെന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അതിനെയൊക്കെ സംബന്ധിക്കുന്ന വിലയിരുത്തലുകളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡാണ് കേട്ടോ AOP എന്ന് പറയുന്നത്. അതങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ ഫുൾ ഫോം പഠിച്ചു വെക്കാം, അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്. അടുത്തത് COP. COP എന്താണ്? കെയർ ഓഫ് പേഷ്യൻസ്. ആംബുലേറ്ററി എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കെയർ ഓഫ് പേഷ്യൻസ് ആംബുലേറ്ററി എന്ന് വെച്ചാൽ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ തന്നെ രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സ്റ്റാൻഡേർഡുകളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ, COP എന്ന് പറയുന്നത്. അടുത്തത് ASC. ASC എന്താണ്? അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ. അതാണ് അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ. അതിൽ നിന്ന് മനസ്സിലാകുന്ന അനസ്തേഷ്യയും സർജിക്കൽ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ്. MMU. MMU എന്താണ്? മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. അതാണ് മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. മെഡിക്കേഷൻ മാനേജ്മെന്റ് അതായത് രോഗികൾക്ക് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസിന്റെ അതിന്റെ യൂസേജ് അല്ലെ, അതിനെ പറ്റി അങ്ങനെയുള്ള ആ ഒരു മെഡിക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളുണ്ട്. അതാണ് മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. അടുത്തതാണ് PFE. എന്താണ്? PFE എന്താണ്? പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. ഇതാണ് പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. നമ്മൾ രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നമ്മൾ ചില എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് കൊടുക്കും അല്ലെ. ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പേഷ്യന്റ് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ എല്ലാം തന്നെ എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലെ, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ്. പക്ഷെ രോഗിക്ക്, പേഷ്യന്റിനാണ് അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അവർക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള സ്റ്റാൻഡേർഡാണ്. ഈ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കും അല്ലെ. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്, ആക്സസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്, അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്,
കെയർ ഓഫ് പേഷ്യൻസ്, അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ, അതൊക്കെ ആർക്കാ കൊടുക്കുന്നത്? പേഷ്യൻസിനാണ് കൊടുക്കുന്നത് അല്ലെ. അതുപോലെ മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്, പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിക്കേഷനും അതിന്റെ യൂസേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. അപ്പൊ അത് കേൾക്കുന്നത് തന്നെ നമുക്കറിയാം പേഷ്യന്റ് സെന്റേഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകളാണ്. അപ്പൊ അതാണ് സെക്ഷൻ 2 പറയുന്നത് കേട്ടോ. അപ്പൊ സെക്ഷൻ 1 എന്തായിരുന്നു? APR അല്ലെ, അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ് ആണ്. അക്രഡിറ്റേഷൻ ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് കാര്യങ്ങളാണ് സെക്ഷൻ 1 പറയുന്നത്. സെക്ഷൻ 2 നമ്മൾ പറഞ്ഞത് പേഷ്യന്റ് സെന്റേഡ് കെയർ ആണ്. ഇനി സെക്ഷൻ 3 കേട്ടോ, തേർഡ് സെക്ഷനിൽ എന്താണ് വരുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഈ പറയുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്, അതായത് ഹോസ്പിറ്റലുമായിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് 3ാമത്തെ സെക്ഷൻ നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? QPS. എന്താണ് QPS? എക്സ്പാൻഷൻ ഒക്കെ പഠിക്കണം കേട്ടോ. QPS എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി അറിയാലോ. ക്വാളിറ്റിയുടെ ഇംപ്രൂവ്മെന്റും പേഷ്യന്റിന്റെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് അതാരാണ് കൊടുക്കുന്നത്? ഹോസ്പിറ്റലാണ് കൊടുക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ PCI എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻസ്. ലബോറട്ടറി പ്രത്യേകമായിട്ട് ലാബ് സംബന്ധമായിട്ടുള്ള പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻസ് അല്ലെ. ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതും പ്രിവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് PCIനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതാണ് GLD. എന്താണ് GLD എന്ന് പറഞ്ഞാല്? G എന്താണ്? ഗവേണൻസ്, അതുപോലെ L ലീഡർഷിപ്പ്, D ഡയറക്ഷൻ ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് അക്കാഡമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേട്ടോ. അതായത് ഈ പറയുന്ന ഹോസ്പിറ്റൽസിന്റെ അക്കാഡമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗവേണൻസ്, അതിന്റെ ഭരണം, അതിന്റെ നേതൃത്വം, അതിന്റെ ലക്ഷ്യം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് GLD എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് FMS എന്താണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഇതാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. അതായത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് പറയുന്നത്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ധാരാളം ഫിസിക്കൽ ഫെസിലിറ്റീസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ. ഒത്തിരിയേറെ ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റ് മാത്രമല്ല, ഇപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങള്, അതിന്റെ ഉള്ളിലാണെങ്കിൽ TV, ടെലിഫോൺ കണക്ഷൻസ് അല്ലെ, മറ്റുള്ള എല്ലാ സെറ്റപ്പുകളും അവിടെ ഉണ്ട്. അത്തരത്തിലുള്ള ഫിസിക്കൽ ഫെസിലിറ്റികളുടെ മാനേജ്മെന്റും അതിന്റെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് FMS എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, SQE. സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ക്വാളിഫിക്കേഷനും അവരുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ്. അടുത്തത് മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ അഥവാ MOI. ഇതാണ് മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ. നമുക്കറിയാം ഇന്നത്തെല്ലാം എന്താണ്? IT ബേസ്ഡ് ആണ് അല്ലെ. ഇൻഫർമേഷൻ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇന്ന് ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്നതും ട്രാക്ക് ചെയ്യുന്നതും എല്ലാം എന്തിലൂടെയാണ്? IT അല്ലെ. ഇൻഫർമേഷൻ IT യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെന്റ് കേട്ടോ. അങ്ങനെ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. 3ാമത്തെ സെക്ഷനിനകത്ത് വരുന്നത്. അപ്പൊ 3ാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ്. അതിനകത്ത് വരുന്ന ആളുകളാണ് QPS, PCI, GLD, FMS, SQE, MOA. ഓക്കെ, അപ്പൊ അതിന്റെ ഒന്ന് ഫുൾ ഫോം ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അടുത്തതാണ് എന്താണ്? സെക്ഷൻ 4 കേട്ടോ. 4ാമത്തെ സെക്ഷനിൽ എന്താണ് പറയുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, AMC പറഞ്ഞില്ലേ, അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. AMC പോലെയുള്ള മെഡിക്കൽ കോളേജ് പോലെയുള്ള ഹോസ്പിറ്റലുകളുടെ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 4-നകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് നോക്കിയേ? ഒന്ന് മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ, MPE. ഇതാണ് MPE, മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ. അതായത് മെഡിക്കൽ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകള്. പിന്നെ വരുന്നത് HRP. എന്താണ്? ഹ്യൂമൻ സബ്ജക്ട്സ് റിസർച്ച് പ്രോഗ്രാംസ്. അതായത് കൂടുതൽ ആളുകൾ, ഹ്യൂമൻസ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള റിസർച്ച് പ്രോഗ്രാംസിലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. HRP. ഓക്കെ, ഇത്രയാണ് സെക്ഷൻ 4-നകത്ത് വരുന്നത്. സെക്ഷൻ 4 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഈ പറയുന്ന അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളെയാണ് 4ാമത്തെ സെക്ഷനിൽ ഉൾപ്പെടുത്തുന്നത്.
ഇത്രയും അതിനകത്ത് മനസ്സിലാക്കാറുണ്ട് കേട്ടോ. ഓർത്ത് വെക്കാം, JCA എന്ന് പറയുന്ന 2014 ഫിഫ്ത് എഡിഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. 2014 ഏപ്രിൽ 1 JCAയുടെ 5ാമത്തെ എഡിഷൻ പ്രാബല്യത്തിൽ വന്നത്. അതിന് 4 സെക്ഷനുകൾ ഉണ്ട് കേട്ടോ. 4 സെക്ഷൻ, അതൊക്കെ നമുക്ക് 4 ചാപ്റ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. 4 സെക്ഷനുകൾ ഉണ്ട്. ഈ ഓരോ സെക്ഷനിലും ആദ്യത്തെ സെക്ഷനിൽ എന്താണ് APR ആണ് അല്ലെ, അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റിനെ പറ്റിയാണ് അതിനകത്ത് പരാമർശിക്കുന്നത്. ഒരു അക്രഡിറ്റേഷൻ ലഭിക്കാനായിട്ട്, JCA അക്രഡിറ്റേഷൻ ലഭിക്കാനായിട്ട് എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട്, എന്തൊക്കെ ആവശ്യകതകളുണ്ട് എന്നതിനെ പറ്റിയാണ് സെക്ഷൻ 1 പറയുന്നത്. ഓക്കെ, സെക്ഷൻ 2 എന്ന് പറയുന്നത് എന്തായിരുന്നു? പേഷ്യന്റ് സെന്റേർഡ് കെയർ ആണ് അല്ലെ, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള പരിചരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 2 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 3 എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഈ പറയുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് സെക്ഷൻ 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെക്ഷൻ 4 എന്തായിരുന്നു? അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് അല്ലെ, അതായത് മെഡിക്കൽ കോളേജ് പോലെയുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കെയറും എഡ്യൂക്കേഷനും റിസർച്ചും ഒക്കെ കൊടുക്കുന്ന മെഡിക്കൽ കോളേജ് പോലുള്ള അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകളുടെ ആ ഒരു സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 4ാമത്തെ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോ സെക്ഷനകത്ത് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്, സ്റ്റാൻഡേർഡുകൾ അല്ലെ. പേഷ്യന്റ് സെന്റേർഡ് ആകുമ്പോൾ IPS, COP എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 3 ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി സ്റ്റാൻഡേർഡുകളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ അതിന്റെ ഷോർട്ട് ഫോമുകൾ, എക്സ്പാൻഷൻ ഫോമുകളൊക്കെ പഠിച്ചു വെക്കാം. അപ്പൊ ഏത് കേൾക്കുമ്പോൾ അത് പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണോ, അതോ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ആണോ, അങ്ങനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് കേട്ടോ. അതിങ്ങനെ തന്നെ പഠിച്ചു വെക്കാനേ നിവൃത്തിയുള്ള, അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും നിങ്ങളോട് ചോദിക്കില്ല കേട്ടോ. ചിലപ്പോൾ അതിന് ഫോമിൽ തന്നിട്ട് അതിന്റെ എക്സ്പാൻഷൻ ഫോം ഒക്കെ എഴുതാനായിട്ട് പറയും കേട്ടോ. അടുത്തത് കേട്ടോ, JCA 5th എഡിഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ് കണ്ടെയ്ൻസ്. 2 5th എഡിഷൻ എഴുതിയിട്ടുണ്ട്. ഒരെണ്ണം വെട്ടിക്കളയാം, ഒരെണ്ണം വെട്ടിക്കളയാം. എഴുതി നോക്കാം. JCAയുടെ 5ാമത്തെ എഡിഷന്റെ എത്ര സ്റ്റാൻഡേർഡുകളുണ്ട്? 285 സ്റ്റാൻഡേർഡ്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. നിങ്ങൾ ക്വാളിറ്റി അഷ്യൂറൻസ് പഠിക്കുന്ന NABH സ്റ്റാൻഡേർഡ്സ് പഠിക്കുന്നുണ്ട്. സെയിം കാര്യം തന്നെ ഇവിടെ പഠിക്കാറുണ്ട്, സെയിം തന്നെ ഇവിടെയും പഠിക്കാറുണ്ട് കേട്ടോ. നമ്മളിപ്പോ പഠിക്കുന്ന JCAനെ പറ്റിയാണ്. അപ്പൊ JCAയില് 285 സ്റ്റാൻഡേർഡുകളുണ്ട് കേട്ടോ. എത്ര സ്റ്റാൻഡേർഡുകളാണുള്ളത്? അതങ്ങനെ തന്നെ പഠിക്കേണ്ട, നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. 285 സ്റ്റാൻഡേർഡുകളും 1160 കേട്ടോ. 1160 മെഷറബിൾ ഇലമെന്റ്സ് കേട്ടോ. 1160 മെഷറബിൾ ഇലമെന്റ്സ് അഥവാ ഒബ്ജക്റ്റീവ് ഇലമെന്റ്സും ഉണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? JCAയുടെ സ്റ്റാൻഡേർഡ് ബുക്ക് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ JCAയുടെ ഗൈഡ് ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 285 സ്റ്റാൻഡേർഡുകളും 1160 എന്താണ് മെഷറബിൾ ഇലമെന്റ്സ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് പറയാം. ഓക്കെ, അതങ്ങനെ തന്നെ പഠിച്ചു. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്, എന്താണ് ഈ സ്റ്റാൻഡേർഡ്, എന്താണ് ഈ ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ്? അത് നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്, ക്വാളിറ്റി അഷ്യൂറൻസിനകത്ത് പഠിക്കുന്നുണ്ട്. എന്നാലും പറയാം, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇറ്റ് ഈസ് ദ എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രീ ഡിറ്റർമിൻഡ് ക്രൈറ്റീരിയ ആണ് അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്, ഇറ്റ് റെഫേഴ്സ് ടു സെറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഫോർ ദ പെർഫോമൻസ്. അങ്ങനെയാണ് നിങ്ങൾ ക്വാളിറ്റി അഷ്യൂറൻസിനകത്ത് പഠിക്കുന്നത്. രണ്ടും എന്താണ്? സെയിം തന്നെയാണ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയസ് ആണ്, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളാണ് അല്ലെ. അതും ഫോർ ദ പെർഫോമൻസ്. പെർഫോമൻസ് എന്ന് വെച്ചാൽ റിക്വയർമെന്റ്സ് ആണ്. ഓക്കെ, ആളുകളുടെ ആവശ്യങ്ങൾക്ക് അത് തന്നെ നിലവാരം കേട്ടോ. ആളുകളുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് ചില എന്താണ് ഒരു കൂട്ടം ക്രൈറ്റീരിയാസ്, ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ആളുകളുടെ ആവശ്യകതകൾ നിറവേറ്റുന്നത്. ആ ഒരു പ്രീ ഡിറ്റർമിൻഡ് ക്രൈറ്റീരിയനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ വരുന്നത് മെഷറബിൾ ഇലമെന്റ്സ് ആണ്. അതിന് നമ്മൾ ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് എന്ന് പറയും കേട്ടോ. ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഓരോ സ്റ്റാൻഡേർഡിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെഷർ ചെയ്യാനായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില കമ്പോണന്റുകളുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഷറബിൾ ഇലമെന്റ്സ്. അപ്പൊ ഏരിയ തന്നെ മെഷറബിൾ ആണ്. ഒരു സ്റ്റാൻഡേർഡിനെ മെഷർ ചെയ്യാനായിട്ട്, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം കമ്പോണന്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ മെഷറബിൾ ഇലമെന്റ്സ് അഥവാ ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് എന്ന് പറയുന്നത്.
മനസ്സിലായോ? ഒരു സ്റ്റാൻഡേർഡിന്റെ കീഴിൽ ധാരാളം ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് IPST എന്ന് പറയുന്ന ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ബോർഡ്, അതൊരു സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിനെ മെഷർ ചെയ്യാനായിട്ട് ധാരാളം ഒബ്ജക്റ്റീവ് എലമെന്റ്സ് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആയിട്ട് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻഡ് ക്രൈറ്റീരിയ ആണ്, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ. അതിനനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ആളുകളുടെ റിക്വയർമെന്റ്സ് ഹെൽത്ത് കെയർ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇതിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇനി ഓരോ സ്റ്റാൻഡേർഡിനെയും നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചില കമ്പോണന്റുകൾ, അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന മെഷറബിൾ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞതാണ്, ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ. ഇപ്പൊ പേഷ്യന്റ് സേഫ്റ്റി അതൊരു സ്റ്റാൻഡേർഡ് ആണ്. അതായത് ഹോസ്പിറ്റൽ മസ്റ്റ് ഇൻഷുർ പേഷ്യന്റ് സേഫ്റ്റി. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പാക്കിയിരിക്കണം. പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഏത് രീതിയിലൊക്കെ മെഷർ ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് മെഷർ ചെയ്യാം? ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലില് പേഷ്യന്റിന്റെ സേഫ്റ്റി സംബന്ധമായിട്ടുള്ള റിട്ടേൺ പോളിസി ഉണ്ടോ നോക്കാം. കൃത്യമായിട്ട് പേഷ്യന്റിന്റെ സേഫ്റ്റിയെ പറ്റി പറയുന്ന രേഖാമൂലമുള്ള പോളിസികൾ ഉണ്ടോ നോക്കാം. അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പാക്കാനായിട്ട് സ്റ്റാഫുകൾക്ക് വേണ്ടി ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ, അത് വെച്ച് നമുക്ക് അത് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ പറയുന്ന ഹോസ്പിറ്റലില് റെഗുലർ ആയിട്ടുള്ള സേഫ്റ്റി ഡ്രിൽസുകളും സേഫ്റ്റി എക്സസൈസുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ടോ, അതൊരു കമ്പോണന്റ് ആണ്. അങ്ങനെ ഈ 3 കമ്പോണന്റുകൾ ഉപയോഗിച്ച് നമുക്ക് ആ പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 3 കമ്പോണന്റുകൾ ഉണ്ടല്ലോ, അതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. കാര്യം ആ ഒരു പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിനെ അളക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കമ്പോണന്റുകളാണ്. ഒന്ന് പേഷ്യന്റ് സേഫ്റ്റി സംബന്ധമായിട്ട് റിട്ടേൺ പോളിസി ഉണ്ടോ നോക്കാം. പേഷ്യന്റ് സേഫ്റ്റിക്ക് ആവശ്യമായിട്ട് സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ നോക്കാം. പേഷ്യന്റ് ഡ്രില്ലുകൾ ഈ പറയുന്ന എന്താണ് ഡ്രില്ലുകളും എക്സസൈസും സേഫ്റ്റി ഡ്രില്ലുകളും എക്സസൈസും കണ്ടക്ട് ചെയ്യുന്നുണ്ടോ നോക്കാം. അങ്ങനെ 3 കമ്പോണന്റ് വെച്ചിട്ട് എനിക്ക് പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിനെ മെഷർ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? അത്രയുള്ളൂ. അപ്പൊ സ്റ്റാൻഡേർഡ് എന്താണ്? സ്റ്റാൻഡേർഡ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ഈ സെയിം കാര്യം നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്, ക്വാളിറ്റി അഷ്വറൻസിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോ JCN 5th എഡിഷനിൽ 285 സ്റ്റാൻഡേർഡ് ഇപ്പോഴേ തന്നെ പഠിക്കാം കേട്ടോ. 285 സ്റ്റാൻഡേർഡ് ഉണ്ട്, 1160 ഒബ്ജക്റ്റീവ് എലമെന്റ്സും ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് കേട്ടോ, റിവിഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ്. The standards will be re-examined and published at least every 3 years. കേട്ടോ, അത് ഇതൊക്കെ പറയുന്ന എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. The standards will be re-examined and published at least every 3 years. കേട്ടോ, നമ്മുടെ JCAയുടെ സ്റ്റാൻഡേർഡുകൾ ഓരോ 3 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? റിവൈസ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡുകൾ ഇവിടെ എന്താവണമെന്നില്ല, സ്റ്റേബിൾ ആവില്ല, സ്ഥിരമായിരിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ അത് കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. ഗവൺമെന്റിന്റെ നിയമങ്ങൾ, ചട്ടങ്ങൾ, റെഗുലേഷൻസ് മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഈ സ്റ്റാൻഡേർഡുകൾ ഇങ്ങനെ റിവൈസ് ചെയ്യും. എന്നും എപ്പോഴും സ്റ്റേബിൾ ആവുന്നില്ല. ചിലപ്പോൾ ചില ഔട്ട്ഡേറ്റഡ് ആകുന്ന സ്റ്റാൻഡേർഡുകൾ എടുത്തു കളയും, ചില പുതിയ സ്റ്റാൻഡേർഡുകൾ നമ്മൾ കൂട്ടിച്ചേർക്കും. അങ്ങനെ ഓരോ 3 വർഷം കൂടുമ്പോഴുമാണ് JCAയുടെ സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യുന്നത്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. NABHന്റെ വരും. NABHന്റെ ഒരു 4 വർഷം കൂടുമ്പോഴാണ് റിവൈസ് ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റും കേട്ടോ. JCA NABH ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. JCA 3 വർഷം കൂടുമ്പോഴാണ് റിവൈസ് ചെയ്യുന്നത്. എനിക്കൊന്ന് NABH 4 വർഷം കൂടുമ്പോഴാണ് റിവൈസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ JCA സർവേ മെത്തഡോളജി കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് JCA സർവേ മെത്തഡോളജി. എന്താണ് സർവേ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ? അതായത് ഈ പറയുന്ന JCAയുടെ സ്റ്റാൻഡേർഡുകൾ ഓരോ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസും എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആണ് സർവേ മെത്തഡോളജി. നമ്മൾ സാധാരണ സർവേ നടത്തില്ലേ, ചില കാര്യങ്ങളെ പറ്റി ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ സർവേ നടത്തുന്നത്. അതുപോലെ JCAയുടെ സർവേ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ JCA സ്റ്റാൻഡേർഡുകൾ ഓരോ ഹോസ്പിറ്റലുകളും എത്രത്തോളം പാലിക്കുന്നുണ്ട്, എത്രത്തോളം അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്താനായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് സർവേ മെത്തഡോളജി എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നോക്കാം കേട്ടോ. തറോ സർവേ പ്രോസസ് ബിക്കംസ് ഓപ്പറേഷണൽ. എന്താണ് പറയുന്നത്? ഏറ്റവും വളരെ എന്താ പറയാ, തറോ സർവേ പ്രോസസ്, ഏറ്റവും നല്ലൊരു സർവേ പ്രോസസ് ആണ് അതിന് വേണ്ടിയിട്ട് അവര് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. നോക്കാം. ടിപ്പിക്കൽ സർവേ ടീം ഇൻക്ലൂഡ്സ് എ ഫിസിഷ്യൻ, nurse and administrator. അതായത് ഈ പറയുന്ന JCA സർവേ ടീം ഉണ്ട്. അതിനായിട്ട് ഈ സർവേക്കായിട്ട് ഒരു സർവേ ടീമിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സർവേ ടീമില് ആരൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്? ഫിസിഷ്യൻ ഉണ്ടായിരിക്കും, നഴ്സ് ഉണ്ടായിരിക്കും, അഡ്മിനിസ്ട്രേറ്റർമാരും ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ ഇവിടെയും പഠിക്കുന്നുണ്ട്, NABHനകത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതും ഇതും കൂടെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി.
ഓക്കെ, അപ്പൊ നോക്കുക, ഈ സർവേ ടീം, JCA സർവേ ടീമിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്? ഫിസിഷ്യൻ ഉണ്ട്, നഴ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. അതിനെ നമ്മൾ സർവേയേഴ്സ് എന്നാണ് പറയാ കേട്ടോ. എന്താണ് പറയാ? സർവേയേഴ്സ് എന്നാണ് പറയാ. അപ്പൊ നോക്കിയേ, സർവേയേഴ്സ് അസസ് ദ വാരിയസ് യൂണിറ്റ്സ് വിത്തിൻ എൻ ഓർഗനൈസേഷൻ ആൻഡ് ഡിസ്കസ് ദയർ ഫൈൻഡിങ്സ്. ഈ പറയുന്ന സർവേയേഴ്സ് എന്ത് ചെയ്യും? അവർ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ, അതായത് ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ വിവിധ യൂണിറ്റുകൾ അവർ വിലയിരുത്തും. അസസ് ചെയ്തിട്ട് അവരുടെ കണ്ടെത്തലുകൾ, അവരുടെ ഒബ്സർവേഷൻസ് ആ ഒരു മാനേജ്മെന്റിലെ ലീഡർഷിപ്പ് ടീമുമായിട്ട് അവര് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. സർവേ മെത്തഡോളജിക്കായിട്ട് ഒരു സർവേ ടീം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സർവേ ടീമിനകത്ത് ഫിസിഷ്യനുണ്ട്, നഴ്സുണ്ട്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട്. ഈ ടീമിനെയാണ് നമ്മൾ സർവേയേഴ്സ് എന്നാണ് പറയുക. ഈ സർവേയേഴ്സ് എന്ത് ചെയ്യും? അവർ ഹോസ്പിറ്റലിലെ വിവിധ യൂണിറ്റുകളെ കൃത്യമായിട്ട് അസസ് ചെയ്തിട്ട് അവരുടെ ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ അവരുടെ ഫൈൻഡിങ്സ്, കണ്ടെത്തലുകള് ഈ പറയുന്ന ആ മാനേജ്മെന്റ് ലീഡർഷിപ്പ് ടീമുമായിട്ട് അവര് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി നോക്കൂ, സർവേസ് കണ്ടക്ട് എ കംപ്ലീറ്റ് സിസ്റ്റം അനാലിസിസ് ഓൺ ഇന്റഗ്രേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് കെയർ പ്രോസസ്സസ്. എന്താണ് പറയുന്നത്? ആ ഒരു ആശുപത്രിയിലുള്ള പരിചരണ പ്രക്രിയകൾ, പരിചരണ സംവിധാനങ്ങള് എത്രത്തോളം കോർഡിനേറ്റഡ് ആയിട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം ഇന്റഗ്രേഷനോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് അനാലിസിസ് നമുക്ക് ഏത് വഴി ലഭിക്കും? സർവേ വഴി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതായത് ആ ഒരു ഹോസ്പിറ്റലില് സ്റ്റാഫുകളായിക്കോട്ടെ, മറ്റെല്ലാ സൗകര്യങ്ങളായിക്കോട്ടെ, എല്ലാ റിസോഴ്സുകളും എത്രത്തോളം ഇന്റഗ്രേഷനോടുകൂടി, എത്രത്തോളം സംയോജനത്തോടും അതിൽ എത്രത്തോളം കോർഡിനേറ്റഡ് ആയിട്ടാണ് അവരുടെ പരിചരണ പ്രക്രിയകൾ അവര് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് അനാലിസിസ് നമുക്ക് ഏത് വഴി കണ്ടെത്താനായിട്ട് സാധിക്കും? സർവേ വഴി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ സർവേ ഉപയോഗിക്കുന്നത്, അല്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? സർവേ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ആ JCA സ്റ്റാൻഡേർഡ്സ് എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ചാണ് സർവേ, അല്ലെ? സർവേ മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പൊ ഈ സർവേ, അതിനായിട്ടൊരു സർവേ ടീമിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡോക്ടറുണ്ട്, നഴ്സുണ്ട്, അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട്. അതിലടങ്ങുന്ന ഒരു സർവേ ടീമാണ് ഇത് നടത്തുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ സർവേ ടീം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ വിവിധ യൂണിറ്റുകൾ അവർ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് അവരുടെ കണ്ടെത്തലുകൾ അവര് അവരുടെ മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഈ സർവേയുടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഹോസ്പിറ്റൽ എത്രത്തോളം കോർഡിനേറ്റഡ് ആയിട്ടും ഇന്റഗ്രേഷനോട് കൂടിയിട്ടാണ് പരിചരണ പ്രക്രിയകൾ മുന്നോട്ട് പോകുന്നത് എന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് സർവേയിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. അടുത്തത് നോക്കാം, അക്രഡിറ്റേഷൻ സർവേസ്. ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് സർവേകൾ നടത്താം? സർവേ മെത്തഡോളജി ഉപയോഗിക്കുന്നത് നമ്മൾ പറയുന്നു. ഇനി എങ്ങനെയൊക്കെ നമുക്ക് സർവേകൾ നടത്താമെന്നാണ് പറയുന്നത് കേട്ടോ. അക്രഡിറ്റേഷൻ സർവേസ് കേട്ടോ. ഏതൊക്കെ രീതിയിൽ നമുക്ക് സർവേകൾ നടത്താം? ഒന്നാമത്തെ പോയിന്റ് നോക്കിക്കേ, ഒരു മിനിറ്റ്. അപ്പൊ അതിനകത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സ്ട്രെങ്ത് ഓരോന്ന് ക്ലോസ് ചെയ്ത് അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് സർവേകൾ നടത്താം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നോക്കിക്കേ, ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ. എങ്ങനെയൊക്കെ നമുക്ക് സർവേ നടത്താം? ഒന്നില്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളും പേഷ്യൻസും ആയിട്ട് ഇന്റർവ്യൂ ചെയ്യാം, എന്നുവെച്ചാൽ ഫേസ് ടു ഫേസ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താം. ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ, അതായത് നമുക്ക് ഈ പറയുന്ന വാക്കാലുള്ള ഏത് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെ? ലെറ്റേഴ്സ് വഴിയായിട്ട് വാക്കാലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ രീതിയിൽ നമുക്ക് സർവേ നടത്തിക്കൂടെ? നേരിട്ട് അവിടുത്തെ പേഷ്യൻസിനെയും സ്റ്റാഫുകളെയും പോയി കണ്ട് അവരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാനായിട്ട് സാധിക്കും.
അതാണ് ഒരു രീതി. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇന്റർവ്യൂ ആണ്, ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഓൺ സൈറ്റ് ഒബ്സർവേഷൻസ് ഓഫ് പേഷ്യന്റ് കെയർ പ്രോസസ് ബൈ ദ സർവേയേഴ്സ്. എന്താണ് ഓൺ സൈറ്റ് ഒബ്സർവേഷൻസ് ഓഫ് പേഷ്യന്റ് കെയർ പ്രോസസ് ബൈ സർവേയേഴ്സ്? അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് നമുക്ക് അവിടെ പോയിട്ട് രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണം നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം അല്ലെ. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല വിവരങ്ങളും നമുക്ക് ഗ്യാദർ ചെയ്യാനായിട്ട് സാധിക്കും. ശരിയല്ലേ? അതൊരു രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ എന്താ പറയുന്നത്, പോളിസീസ്, procedures, clinical practice guidelines and other documents provided by the organization. അതുകൂടാതെ നമ്മുടെ ഓർഗനൈസേഷൻ, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന ചില പോളിസികള്, അവരുടെ നയങ്ങള്, നടപടിക്രമങ്ങള്, ക്ലിനിക്കൽ സംബന്ധമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങള്, മറ്റു ഡോക്യുമെന്റ്സ്, അവയുടെ പരിശോധനയിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല ഇൻഫർമേഷൻസിന് നമുക്ക് കളക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ശരിയല്ലേ? ഏതൊക്കെ രീതിയിൽ നമുക്ക് സർവേ നടത്താം, ഇങ്ങനെ നമുക്ക് അവിടുത്തെ പേഷ്യൻസും സ്റ്റാഫുകളുമായിട്ട് നേരിട്ട് നമുക്ക് ഇന്റർവ്യൂ നടത്തി ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് വിവരങ്ങൾ കിട്ടാം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണങ്ങളെ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കി അങ്ങനെയും നമുക്ക് വിവരങ്ങൾ കളക്ട് ചെയ്യാം. പിന്നെ വേറൊരു രീതി എന്താ പറയുന്നത്, ഈ പറയുന്ന ഹോസ്പിറ്റലുകള് ആ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചില പോളിസികൾ, അവര് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള കുറെ പോളിസികൾ ഉണ്ടായിരിക്കും, പ്രൊസീജിയറുകൾ ഉണ്ടായിരിക്കും, മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കും. അവയുടെ പരിശോധനയിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിവരങ്ങളെ ഗ്യാദർ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ, വളരെ കുറച്ച് പേര് മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. ക്ലാസ് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത നോക്കാലോ. നെക്സ്റ്റ് സ്കോറിംഗ് ദ സർവേ റിസൾട്ട് കേട്ടോ. സ്കോറിംഗ് ദ സർവേ റിസൾട്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ സർവേ മെത്തഡോളജി മനസ്സിലാക്കി, സർവേ ടീമിൽ ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി, എങ്ങനെയൊക്കെ സർവേ നടത്താന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നമുക്ക് എന്ത് വേണം, ഈ സർവേയിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾക്ക് സ്കോർ കൊടുക്കണം അല്ലെ, റേറ്റിംഗ് കൊടുക്കണം. ആ റേറ്റിംഗിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. സ്കോറിംഗ് ദ സർവേ റിസൾട്ട്. എങ്ങനെയാണ് സർവേ റിസൾട്ടുകൾക്ക് നമ്മൾ സ്കോറിംഗ് കൊടുക്കേണ്ടത്? ഇത്ര മിനിമം സ്കോർ എന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനെ പറ്റിയാണ് അവിടെ പറയുന്നത്, മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഈച്ച് സ്റ്റാൻഡേർഡ് മസ്റ്റ് കണ്ടെയ്ൻ എ സ്കോറിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 5 കേട്ടോ. അതായത് ഈച്ച് സ്റ്റാൻഡേർഡ് മസ്റ്റ് കണ്ടെയ്ൻ എ സ്കോറിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 5. അതായത് ഓരോ സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. നമ്മളിപ്പോ ഇവിടെ കുറെ സ്റ്റാൻഡേർഡുകൾ പറഞ്ഞില്ലേ, അതായത് ഇങ്ങനെയുള്ള IPSC, ACC, TFR, AUP, COP അതുപോലുള്ള സ്റ്റാൻഡേർഡുകളാണ്. അങ്ങനെ ഓരോ സ്റ്റാൻഡേർഡിനും എത്ര സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം? കുറഞ്ഞതാണ് പറഞ്ഞത്, കുറഞ്ഞത് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ. രണ്ടാമത്തെ എന്താ പറയുന്നത്, ഈച്ച് ചാപ്റ്റർ മസ്റ്റ് ഹാവ് എ സ്കോർ ഓഫ് അറ്റ്ലീസ്റ്റ് 8. ഇനി ഓരോ ചാപ്റ്ററിനും ഓരോ അധ്യായത്തിനും എത്ര സ്കോർ ഉണ്ടായിരിക്കണം? കുറഞ്ഞത് 8 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ സെക്ഷൻ 1 അതൊരു ചാപ്റ്റർ ആയിട്ട് എടുക്കാം. നമുക്ക് സെക്ഷൻ 2 പേഷ്യന്റ് സെന്റേർഡ് കെയർ, അതൊരു ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിന്റെ കീഴിലായിട്ട് ഒരുപാട് സ്റ്റാൻഡേർഡുകൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ ഓരോ സ്റ്റാൻഡേർഡുകൾക്കും കുറഞ്ഞത് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ഈ സ്റ്റാൻഡേർഡുകൾ ഉൾപ്പെടുന്ന ഓരോ ചാപ്റ്റർ ഉണ്ടല്ലോ, ഓരോ ചാപ്റ്ററിനും കുറഞ്ഞത് 8 സ്കോർ ഉണ്ടായിരിക്കണം. പിന്നെന്താ പറയുന്നത്, ഓൾ സ്റ്റാൻഡേർഡ്സ് മസ്റ്റ് ടുഗെദർ ആവറേജ് ഫോർ അറ്റ്ലീസ്റ്റ് 9 എന്ന് പറഞ്ഞാല് ആവറേജ് ഓഫ് ഓൾ സ്റ്റാൻഡേർഡ്സ് എത്രയായിരിക്കണം? അറ്റ്ലീസ്റ്റ് 9 എങ്കിലും ഉണ്ടായിരിക്കണം. എല്ലാ സ്റ്റാൻഡേർഡുകളും എടുത്താൽ ആ എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും ആവറേജ് സ്കോർ, ശരാശരി സ്കോർ എന്ന് പറയുന്നത് എത്രയെങ്കിലും ഉണ്ടായിരിക്കണം? 9 എങ്കിലും ഉണ്ടായിരിക്കണം, 9 എങ്കിലും ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് അത്ര കൺഫ്യൂഷൻ ഒന്നും എടുക്കണ്ട, നിങ്ങൾ ഒരുപാട് തലയിലേക്ക് പഠിപ്പിക്കുന്നു വേണ്ട. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട്, അതായത് ഒരു ചാപ്റ്ററിന്റെ കീഴിൽ കുറെ സ്റ്റാൻഡേർഡുകൾ, ഓരോ സ്റ്റാൻഡേർഡുകളും മെഷർ ചെയ്യാനായിട്ട് ഒബ്ജക്റ്റീവ് യൂണിറ്റ്സ്, അങ്ങനെ ഒന്ന് മനസ്സിൽ വിചാരിക്കാം. അതായത് ഒരു ചാപ്റ്ററുകളുണ്ട്, ഒരു ചാപ്റ്റർ, ആ ചാപ്റ്ററിന്റെ കീഴിൽ കുറെ സ്റ്റാൻഡേർഡുകൾ, ആ സ്റ്റാൻഡേർഡുകളുടെ ഉള്ളിലായിട്ട് കുറെ ഒബ്ജക്റ്റീവ് യൂണിറ്റ്സ്, അങ്ങനെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഇതില് ഓരോ സ്റ്റാൻഡേർഡുകൾക്ക് അറ്റ്ലീസ്റ്റ് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കാം. ഇനി ഓരോ സ്റ്റാൻഡേർഡുകൾ കൂടി ചേർന്നിട്ടല്ലേ ഒരു ചാപ്റ്റർ ഉണ്ടാകുന്നത്. ഓരോ ചാപ്റ്ററിനും കുറഞ്ഞത് 8 സ്കോർ ഉണ്ടായിരിക്കണം. പിന്നെ എന്താ പറയുന്നത്, ഈ പറയുന്ന ആവറേജ് ഓഫ് ഓൾ സ്റ്റാൻഡേർഡ്സ്,
എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും ആവറേജ് എടുക്കുമ്പോൾ അത് ഏകദേശം കുറഞ്ഞത് 9 സ്കോർ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത എന്താ പറയുന്നത്, ഓൾ മെഷറബിൾ എലമെന്റ്സ് ആർ ആവറേജ്ഡ് to obtain the score for the standard. എന്താണ്, all measurable elements are averaged to obtain the score for the standard. ഇനി ഈ പറയുന്ന മെഷറബിൾ എലമെന്റ്സ് ഉണ്ടല്ലോ, ഒബ്ജക്റ്റീവ് എലമെന്റ്സ്, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിള്, ഈ പറയുന്ന ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളുടെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് സ്റ്റാൻഡേർഡിന്റെ സ്കോർ ആയിരിക്കും. മനസ്സിലായോ കാര്യം? ഓരോ സ്റ്റാൻഡേർഡും അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണല്ലോ. ആ ഒബ്ജക്റ്റീവ് എലമെന്റ്സിന്റെ ആവറേജ് എടുത്താൽ, ആവറേജ് സ്കോർ എടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്തിന്റെ സ്കോർ ആണ്, ആ ഒരു സ്റ്റാൻഡേർഡിന്റെ സ്കോർ ആണ്. മനസ്സിലായോ? അപ്പൊ ഞാൻ നേരത്തെ പേഷ്യൻ സേഫ്റ്റി എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് പറഞ്ഞു അല്ലെ. ആ ഒരു സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടണമെങ്കിൽ അതിന് കീഴിലുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റീവ് എലമെന്റ്, 3 ഒബ്ജക്റ്റീവ് എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെന്റിന് 8 സ്കോർ കിട്ടിയെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എലമെന്റിന് 9 സ്കോർ കിട്ടിയെന്ന് വിചാരിക്കാം. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എലമെന്റിന് ഒരു 7 സ്കോർ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് 3 ഉണ്ടല്ലോ, 8, 9, 7 ആണ് സ്കോർ കിട്ടിയിരുന്നത്. അതിന്റെ ആവറേജ് എടുക്കാം. ആവറേജ് എങ്ങനെ എടുക്കാം, അത് തമ്മിൽ കൂട്ടിയിട്ട് അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. 8 + 9 + 7 എത്ര കിട്ടും, 24 കിട്ടും. 24നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 8 കിട്ടും. ആ 8 ആണ് എന്ത്, ആ പേഷ്യൻ സേഫ്റ്റി എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിന്റെ സ്കോർ. മനസ്സിലായോ? അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഓൾ മെഷറബിൾ എലമെന്റ്സ് ആർ ആവറേജ് ടു ഒബ്റ്റെയിൻ ദി സ്കോർ ഫോർ ദി സ്റ്റാൻഡേർഡ്. ഈ പറയുന്ന ഒബ്ജക്റ്റീവ് എലമെന്റ്സിന്റെ ആവറേജ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, ആ സ്റ്റാൻഡേർഡിന്റെ സ്കോർ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. അപ്പൊ ഓരോ സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് 5 സ്കോർ ഉണ്ടായിരിക്കണം. ഓരോ ചാപ്റ്ററിനും കുറഞ്ഞത് 8 സ്കോർ ഉണ്ടായിരിക്കണം. എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും ആവറേജ് എന്ന് പറയുന്നത് അത് 9 ഉണ്ടായിരിക്കണം. ഇനി എല്ലാ ഒബ്ജക്റ്റീവ് എലമെന്റ്സിന്റെയും ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡിന്റെ എന്താണ്, സ്കോർ ആണ്. അതാണ് ഞാൻ പറയുന്നത്. ഒരു മനസ്സിൽ പിക്ചർ ഉണ്ടാക്കി വെച്ചാൽ ആദ്യം ചാപ്റ്ററിന്റെ കീഴിൽ കുറെ സ്റ്റാൻഡേർഡിന്റെ കീഴിൽ കുറെ ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അപ്പൊ ഒബ്ജക്റ്റീവ് എലമെന്റ്സിന്റെ ആവറേജ് എടുത്താൽ സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടും. സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടി കഴിഞ്ഞാൽ എന്തിന്റെ സ്കോർ കിട്ടും, നമുക്ക് ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും. ശരി, അങ്ങനെ ഒരു രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തതാണ് സ്കോറിംഗ് സർവേ റിസൾട്ട്. രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതാണ്, ഒരുപാട് ഇങ്ങനെ ചിന്തിക്കേണ്ടതാണ്. ജസ്റ്റ് ഇങ്ങനെ ഒരു ഐഡിയ മാത്രം നിങ്ങൾ ഉണ്ടാക്കി വെക്കാൻ മതി. ഇനി നോക്കാം കേട്ടോ. ഈച്ച് മെഷറബിൾ ഇലമെന്റ്, MP എന്നാണ് ഷോർട്ട് ആക്കി പറയുന്നത് കേട്ടോ. ഇനി മെഷറബിൾ ഇലമെന്റിന് എങ്ങനെയാണ് സ്കോർ ചെയ്യുന്നത്, നമ്മൾ ചാപ്റ്ററിന് സ്കോർ ചെയ്യുന്നത് പറഞ്ഞു, സ്റ്റാൻഡേർഡിന് സ്കോർ ചെയ്യുന്നത് പറഞ്ഞു. ഇനി ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അഥവാ മെഷറബിൾ എലമെന്റ്സിൽ എങ്ങനെയാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത് നോക്കിക്കേ. മെറ്റ് 10, പാർഷ്യലി മെറ്റ് ആണെങ്കിൽ 5, നോട്ട് മെറ്റ് ആണെങ്കിൽ 0. എന്താ ഉദ്ദേശിക്കുന്നത്, ഈ പറയുന്ന എല്ലാ ഒബ്ജക്റ്റീവ് എലമെന്റ്സും ആ ഒരു ഹോസ്പിറ്റലില് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം, 10 മാർക്ക് കൊടുക്കാം. 10 ആണ് സ്കോർ ചെയ്യുന്നത് കേട്ടോ. മെറ്റ് അതായത് ഫുള്ളി മെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ഒബ്ജക്റ്റീവ് എലമെന്റ്സും ആ ഒരു ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട്, അത് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അവിടെ മെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കോർ എത്ര കൊടുക്കാം, 10 കൊടുക്കാം, 10 സ്കോർ കൊടുക്കാം. പാർഷ്യലി മെറ്റ് ആണെങ്കിലോ, ഭാഗികമായിട്ട് അവര് അങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 കൊടുത്താൽ മതി. പാർഷ്യലി ആണെങ്കിൽ 5 കൊടുക്കാം. നോട്ട് മെറ്റ്, ഇനി അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അവർ ഫോളോ ചെയ്യുന്നില്ല, ഒരു ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, 0 കൊടുക്കേണ്ടി വരും അല്ലെ. കാര്യം നോട്ട് മെറ്റ് ആണ്, ഒന്നും തന്നെ അവിടെ നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് 0 കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. മുഴുവനും നടത്തിയിട്ടുണ്ടെങ്കിൽ 10 സ്കോർ കൊടുക്കുക, ഭാഗികമായിട്ടാണ് നടത്തിയിട്ടുണ്ടെങ്കിൽ 5 സ്കോർ കൊടുക്കുക, ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 0 കൊടുക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നോക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഓൾ സ്റ്റാൻഡേർഡ്സ് ആർ ആവറേജ്ഡ് ടു ഒബ്റ്റെയിൻ ദി സ്കോർ ഓഫ് ദി ചാപ്റ്റർ അല്ലെ. എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിന്റെ സ്കോർ കിട്ടാം, ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും. നിങ്ങളുടെ ആ പിക്ചർ കൊണ്ടെന്നാൽ മതി. ചാപ്റ്ററിന്റെ കീഴിൽ കുറച്ച് സ്റ്റാൻഡേർഡുകളുടെ കീഴിൽ കുറെ ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, ഈ പറയുന്ന ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് ഏറ്റവും താഴെ കിടക്കുന്നത്. ഒബ്ജക്റ്റീവ് എലമെന്റ്സിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടും. എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി. അത്രയേ ഉള്ളൂ കേട്ടോ. ഓൾ സ്റ്റാൻഡേർഡ്സ് ആർ ആവറേജ് ടു ഒബ്റ്റെയിൻ ദി സ്കോർ ഓഫ് ദി ചാപ്റ്റർ. അപ്പൊ നമുക്ക് ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും. ഇനി എന്താ പറയുന്നത്, ഓൾ ചാപ്റ്റേഴ്സ് ആർ ആവറേജ് ടു ഒബ്റ്റെയിൻ ദി ഓവറോൾ സ്കോർ. എല്ലാ ചാപ്റ്ററുകളുടെയും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സ്കോർ കിട്ടും അല്ലെ. മൊത്തത്തിലുള്ള ഒരു ഓവറോൾ സ്കോർ ആയിരിക്കും നമുക്ക് അതിന്റെ കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളുടെ ആവറേജ് എടുത്ത സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടും.
ഇനി എല്ലാ സ്റ്റാൻഡേർഡുകളുടെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും. ഇനി എല്ലാ ചാപ്റ്ററുകളുടെ സ്കോർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഓവറോൾ സ്കോർ ആയിരിക്കും നമുക്ക് ലഭിക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു പിക്ചർ പോലെ മനസ്സിലിങ്ങനെ എടുത്തു വെച്ചാൽ മതി. ക്ലിയർ ആണോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ. ഇനി നിങ്ങൾ പഠിക്കുന്ന കാര്യം എവിടെ പഠിച്ചതാണെന്നറിയാമോ? നിങ്ങളുടെ ക്വാളിറ്റി അഷ്വറൻസിൽ പഠിക്കുന്ന സെയിം സെന്റൻസും സെയിം പാരഗ്രാഫുമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ പഠിച്ചാലും ഇവിടെ പഠിച്ചാലും കുഴപ്പമില്ല, കുറച്ചുകൂടെ തറവാകും. ഓക്കെ, അപ്പൊ നോക്കാം കേട്ടോ. NABH സെയിം കാര്യം തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ. നിങ്ങൾ എത്തിയോന്ന് എനിക്കറിയില്ല. അവിടെ NABH കേട്ടോ. NABHന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കേട്ടോ. നോക്കാം. NABH സ്റ്റാൻഡേർഡ്സ് ആർ റീഫോംഡ് എവരി 4 years. നമ്മള് അപ്പൊ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് പഠിക്കാൻ അറിയും? JCA ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കും. JCA ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കണം. ഓക്കെ, JCAയിൽ നമ്മൾ എത്രയും പറഞ്ഞത് 3 വർഷം കൂടുമ്പോഴല്ലേ റിവൈസ് ചെയ്യുന്നത്. NABHൽ എത്ര വർഷം കൂടുമ്പോഴാണ്? 4 years. അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്ത് ജസ്റ്റ് പോയിന്റ് ആയിട്ട് മാത്രം ഓർത്ത് വെച്ചാൽ കേട്ടോ. NABH സ്റ്റാൻഡേർഡ്സ് ആർ റീഫോംഡ് എവരി 4 years. 4 വർഷം റിവൈസ് ചെയ്യുന്നുണ്ട്. 4 വർഷം കൂടുമ്പോഴാണ് റിവൈസ് ചെയ്യുന്നത്. Now the hospital implements 5th edition standards. എപ്പോ തൊട്ടാണെന്ന് അറിയോ? April 2020. നിലവിലെ NABH ഇപ്പൊ നിലവിലുള്ള NABH എത്രാമത്തെ എഡിഷൻ ആണെന്ന് അറിയാമോ? 5th edition ആണ് കേട്ടോ. 5th edition ആണ്. ഇന്ന് തൊട്ടാണ് April 2020 തൊട്ട് കേട്ടോ. അങ്ങനെയാണ് പറയുന്നത്. 5th edition ആണ് നിലവിലുള്ളത്. പിന്നെ NABH standards centers on the patient safety and quality of the delivery of services by the hospital in a changing healthcare environment. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വേണം കേട്ടോ. അതായത് NABH സ്റ്റാൻഡേർഡുകൾ എന്തിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? പ്രധാനമായിട്ട് അതിൽ ഫോക്കസ് ചെയ്യുന്നത് പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ദ ഹെൽത്ത് കെയർ സർവീസസിനാണ് അവര് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, NABH സ്റ്റാൻഡേർഡുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എന്ത് കാര്യങ്ങൾക്കാണ്? പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും ക്വാളിറ്റി ഓഫ് ദ ഹെൽത്ത് കെയർ സർവീസസിനാണ് അവര് കൂടുതൽ എന്ത് കൊടുക്കുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? NABH is given by an autonomous body set up by the Government of India known as QCI, അതാണ് Quality Council of India, which is standard making body in India. അതായത് NABH എന്ന് പറയുന്നത് ഒരു ഓട്ടോനോമസ് ബോഡിയാണ് അല്ലെ, സ്വയം ഭരണ അധികാരമുള്ള സ്ഥാപനമാണ്, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. അത് വന്നിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ വിധിയായിട്ടുള്ള ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ, പേര് തന്നെ ക്വാളിറ്റി കൗൺസിൽ ആണ് അല്ലെ. മൊത്തത്തിൽ ക്വാളിറ്റി ഒക്കെ അഷ്വർ ചെയ്യുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ ഒരു വിങ്ങാണ്, അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിങ്ങാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, വിച്ച് ഈസ് ദ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോഡി ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഓട്ടോനോമസ് ബോഡിയാണ് NABH എന്ന് പറയുന്നത്. NABH എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാനായിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ എല്ലാത്തിന്റെയും ക്വാളിറ്റി അതിനകത്ത് വരും. ഹെൽത്ത് കെയറിന്റെ മാത്രമല്ല, മറ്റുള്ള ഇൻഡസ്ട്രിയിലായിട്ടും എല്ലാ വ്യാവസായികമായിട്ടുള്ള എല്ലാത്തിന്റെയും ക്വാളിറ്റി അഷ്വർ ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിങ്ങാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. അവരുടെ കീഴില് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് NABH എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പഠിക്കാനുള്ള പോയിന്റ് എന്തൊക്കെയാണ്? എന്തൊക്കെ പോയിന്റുകൾ പഠിക്കേണ്ടത്? അവിടെ NABHന്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കാം. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, അത് പഠിച്ചു വയ്ക്കാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, NABHന്റെ സ്റ്റാൻഡേർഡുകൾ ഓരോ 4 വർഷം കൂടുമ്പോഴാണ് റിവൈസ് ചെയ്യുന്നത്. അത് പഠിച്ചു വയ്ക്കാം. നിലവിലെ NABHല് നിലവിൽ പ്രാബല്യത്തിലുള്ളത് എത്രാമത്തെ എഡിഷനാണ്? 5th എഡിഷൻ ആണ്, 5ാമത്തെ എഡിഷൻ ആണ്. എന്ന് മുതലാണ് അത് നിലവിൽ വന്നത്? April 2020 ആണ്. പിന്നെ പഠിച്ച പോയിന്റ് എന്താണ്? NABH സ്റ്റാൻഡേർഡ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്ത് കാര്യങ്ങൾക്കാണ്? പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും ക്വാളിറ്റി ഓഫ് ദ ഹെൽത്ത് കെയർ സർവീസസ്, അതിനെയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ 5ാമത്തെ പോയിന്റ് എന്താണ്? NABH എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഓട്ടോനോമസ് ബോഡിയാണ്, സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് എന്ന് പറയുന്നത് NABH. ഇത്രയും 5 കാര്യങ്ങൾ മാത്രം ജസ്റ്റ് അവിടെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ ആണോ? അത്രയേ ഉള്ളൂ. ഇനി നോക്കിക്കേ, NABH mainly divides the hospitals into 2 main divisions കേട്ടോ. NABH ഹോസ്പിറ്റൽ
പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 2 ഡിവിഷൻസ് ആയിട്ടാണ് തിരിച്ചു വെച്ചത്. ഈ സെയിം കാര്യം പഠിച്ചത് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നിങ്ങൾ ക്വാളിറ്റി അഷ്വറൻസിനകത്ത് ഇതേ കാര്യം തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എന്താണ് SHCO? SHCO എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ കേട്ടോ. ഇത് ലെസ് ദാൻ 50 ബെഡ്സ്, അതായത് 50 ബെഡിന് താഴെയുള്ള ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളെ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ 50 ബെഡിൽ കൂടുതലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ കാരണം HCO തന്നെയാണ് പറയുന്നത്. ലാർജ് ഒന്നും എടുത്ത് പറയുന്നില്ല, HCO തന്നെയാണ് പറയുന്നത് കേട്ടോ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 50 ബെഡ്സ് കേട്ടോ. അപ്പൊ രണ്ടായിട്ടാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്? NABH ഹോസ്പിറ്റലുകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. SHCO എന്ന് വെച്ചാൽ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ 50 ബെഡിൽ താഴെയുള്ളത്. പിന്നെ HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അത് 50 ബെഡിൽ കൂടുതലുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നോക്കൂ, മെയിൻ NABH നിർത്താം കേട്ടോ. മെയിൻ NABH ഗൈഡ് ബുക്ക് ഓർ സ്റ്റാൻഡേർഡ്സ് ഹാസ് 10 ചാപ്റ്റേഴ്സ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. 10 ചാപ്റ്റേഴ്സ് വിത്ത് 100 സ്റ്റാൻഡേർഡ്സ് ആൻഡ് 651 ഒബ്ജക്റ്റീവ് ലെവൽസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ JCA സ്റ്റാൻഡേർഡ് ബുക്ക് പഠിച്ചില്ലേ എന്നതുപോലെ NABHന്റെ ഗൈഡ് ബുക്കിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. 10 ചാപ്റ്റേഴ്സ്, 10 ചാപ്റ്ററുകളായിട്ട് 100 സ്റ്റാൻഡേർഡ്സുകൾ. എത്രയാണ്? 100 സ്റ്റാൻഡേർഡ്സുകളും 651 ഒബ്ജക്റ്റീവ് ഇലവൻസും. JCL നമ്മൾ എത്ര പഠിച്ചത്? 255 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ ഇലമെന്റ്സ് അഥവാ ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് ആണ്. ഇവിടെ എത്രയാണ് വരുന്നത്? 10 ചാപ്റ്ററുകള്, 100 സ്റ്റാൻഡേർഡുകള്, 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ്. ഓക്കെ ആണല്ലോ? പിന്നെ പറയുന്നത് സ്റ്റാൻഡേർഡ് എന്താണ്, അതുപോലെ തന്നെ എന്താണ് ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് എന്താണ്. ഇത്രയും ഭാഗങ്ങളുണ്ടല്ലോ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇതേ കാര്യങ്ങൾ, ഈ പോർഷൻ, ഈ സംഭവം ഉണ്ടല്ലോ NABH സ്റ്റാൻഡേർഡ്, ഈ സംഭവങ്ങളൊക്കെ ഇതേപടി തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങളുടെ ചാപ്റ്റർ ക്വാളിറ്റി അഷ്വറൻസ് NABH ഇല്ല, അതിനകത്ത് സെയിം കാര്യങ്ങൾ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അതും ഇതും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ അത് എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പഠിക്കുന്നത് അവിടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഒരു 32 എണ്ണം പഠിക്കാനുണ്ട്. ഇവിടെ 32 ഉണ്ട്. അവിടെ ജസ്റ്റ് പറഞ്ഞു പോകുന്ന കാര്യം ഇവിടെ നമുക്ക് അതിന്റെ ഫോർമുലയാണ് പഠിക്കാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഈ ചാപ്റ്റർ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കണക്റ്റഡ് ആണെന്ന് പറയാനുള്ള കാരണമാണ് കേട്ടോ. ഓക്കെ, അതും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലെ? ക്വാളിറ്റി അഷ്വറൻസ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കണില്ലേ? എടുത്തോണ്ടിരിക്കുകയല്ലേ? ആണോ? എടുത്തോണ്ടിരിക്കാം. ഓക്കെ, അപ്പൊ അതും ഇപ്പൊ ഞാൻ എടുത്തോണ്ടിരിക്കണ്ട. അപ്പൊ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമുക്ക് വായിക്കട്ടെ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ഇന്നത്തെ ക്ലാസ്സിൽ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ല എന്ന് കരുതിയിട്ട് മടി വിചാരിക്കരുത്. പഠിച്ചു പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും കേട്ടോ. ഓക്കെ, ശരിയല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മിസ്.